ഈ നെവിൻ എന്ന മത്സരാർത്ഥി ഇതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ തോന്നിയവാസങ്ങൾ. ഇവനൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ തന്നെ എങ്ങനെയാ വന്നത്? അവിടെ നിന്ന് ഫസ്റ്റ് ദിവസം തൊട്ടിട്ട് തിന്ന് തടിച്ച് കൊഴുത്ത് ഇപ്പൊ ഒരു വീപ്പക്കുറ്റി പരിവമായിട്ട് ആ ഒരു തടിയുടെ കൊഴുപ്പും ആ ഒരു ശൂരതയൊക്കെ അനുമോളുടെ ദേഹത്താണ് അവൻ തീർക്കുന്നത്. അവൻ വേറെ ആരുടെങ്കിലും ദേഹത്ത് പോയി തീർക്കട്ടെ, എന്തിനാ ആ കുട്ടിയുടെ ദേഹത്ത് തീർക്കാൻ പോകുന്നത്? ഇത്രയും ദുഷ്ടരും നീചനുമായിട്ടുള്ള സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഒരു ഗുണവും ഒരിക്കലും കൊടുക്കാത്ത വെറും സെൽഫിഷ് ആയിട്ടുള്ള ഒരു ചീപ്പായിട്ടുള്ള കണ്ടസ്റ്റന്റ്. ആള് ഇപ്പൊ പറയുന്നത് സ്ത്രൈണതയുള്ള പുരുഷൻ അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്രയും മോശമായിട്ടുള്ള LGBTQ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും അത്രയും LGBTQ തരം താഴ്ന്ന രീതിയിലാക്കി മാറ്റി ഈ നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ഇനി എങ്ങനെ ഒരു LGBTQ കമ്മ്യൂണിറ്റി ആ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് എങ്ങനെ, നമുക്ക് ഇത്രയും നാളെ കുറച്ച് റെസ്പെക്ട് എങ്കിലും ഉണ്ടായിരുന്നു, റെപ്രസെന്റേറ്റീവ് ആണ് എന്നൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ വെറും പുച്ഛം മാത്രമാണ് നിങ്ങളോടൊന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു വ്യക്തി കാരണം കൊണ്ട് ഇത് ഹോൾ കമ്മ്യൂണിറ്റി തന്നെയാണ് അത് ബാധിക്കുന്നത്. ഇത്രയും തരം താഴ്ന്ന വ്യക്തിത്വമുള്ള, ഒരു തരത്തിലും നല്ലൊരു ബിഹേവിയർ ഉള്ള ഒരു മനുഷ്യൻ, തീരെ വൃത്തിയും വെടുപ്പോ ഒന്നുമില്ലാത്ത ഒരാളാണ് ഈ നെവിൻ എന്നുള്ളതിനോടൊക്കെ നന്നായിട്ട് ആ വ്യക്തി തന്നെ തെളിയിച്ചു. ഒരു വ്യക്തിയാണോ അതൊരു മൃഗമാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇതിനെ കാണുമ്പോൾ. എല്ലാ തരത്തിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു നീചനും ക്രൂരനും, ഒരു വൃത്തി എന്ന് പറയുന്നത് പോട്ടെ വെക്കാം, നമുക്ക് ഒരു നീച വികൃത ഒരു ജന്മം തന്നെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ തള്ളകരിൽ നിന്ന് പെരുപ്പ് കയറുക അങ്ങനെ. അപ്പൊ ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തി എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് പുറത്തു പോകണമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ബിഗ് ബോസിന് എന്തായാലും സമ്മതിച്ച് തന്നിരിക്കുന്നു. ആളുടെ ഒരു വാണിംഗ് പോലും കൊടുക്കാതെ ഇങ്ങനെ നിർത്തുന്നുണ്ടല്ലോ. ഇന്നിപ്പോ ആ ബെഡിലടക്കം ആ ആള് കൊണ്ടുപോയിട്ട് അവന്റെ ബെഡിൽ ചിലപ്പോൾ മൂത്രം ഒഴിച്ചെന്ന് വരാം. അത് പറഞ്ഞിട്ട് അനുമോളുടെ ബെഡിൽ എന്തിനാവാൻ പോയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം എന്താ അതിന്റെ? ഇത്രയും നാണം കെട്ട നീചനും ക്രൂരനും ഒരു വൃത്തികെട്ട ജന്തു എന്ന് പറയാൻ വേറെ ഒരു വ്യക്തി അവിടെ വേണ്ട. ഒരു മൃഗത്തിന്റെ സ്ഥാനം പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത്രയും വെറും ബാഡായിട്ടുള്ള ഒരു ബിഹേവിയർ. അയ്യോ, നമിച്ചു എന്തായാലും, അത്രയും മോശം. ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് ഇതല്ല, എനിക്ക് കുറെ ഉണ്ട് പറയാൻ. പക്ഷെ ഇതിപ്പോ നമ്മുടെ സമയപരിധിക്ക് അനുസരിച്ച് ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാന് വെള്ളം കളിച്ചു, അപ്പൊ അവളെ എന്റെ പേര് കുപ്പിയിൽ വെള്ളം ഒഴിച്ചു. ഞാനൊരു ചായ പാത്രം എടുത്ത് അവളുടെ ബെഡിലേക്ക് ഒഴിച്ചു.